അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ദുർബലമായ സംഘടനാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനോടൊപ്പം പ്രതിപക്ഷത്തെക്കുറിച്ചുള്ള വിശദമായ വിലയിരുത്തൽ തയ്യാറാക്കാനും ബി.ജെ.പി. ഊർജിതമായി തന്നെ പ്രവർത്തിച്ചു വരികയാണ്. ഓരോ നിയമസഭാ മണ്ഡലത്തിലെയും പ്രതിപക്ഷ പാർട്ടികളുടെ ശക്തിയും ദൗർബല്യങ്ങളും പാർട്ടി തിരിച്ചറിഞ്ഞു വരികയാണ്. തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി എതിരാളികളെ ഫലപ്രദമായി നേരിടാൻ ഈ റിപ്പോർട്ട് ഉപയോഗിക്കുക എന്നതാണ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. 2027 ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിനായുള്ള തയ്യാറെടുപ്പുകൾ ഭാരതീയ ജനതാ പാർട്ടി ഊർജിതമാക്കുകയും താഴെത്തട്ടിൽ പാർട്ടി സംഘടനയെ ശക്തിപ്പെടുത്താൻ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും അടുത്തിടെ ബൂത്ത് തല സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. റിപ്പോർട്ട് പ്രകാരം ഈ സമ്മേളനങ്ങളിൽ ബൂത്ത് തല ഭാരവാഹികളുടെ പ്രവർത്തനം സൂക്ഷ്മമായി വിലയിരുത്തുന്നുണ്ട്. ബൂത്ത് പ്രസിഡന്റുമാരുടെ അസാന്നിധ്യം പരിശോധിച്ച പാർട്ടി അവർ പങ്കെടുക്കാതിരിക്കുന്നതിനുള്ള കാരണങ്ങളും ആരായുന്നുണ്ട്. അസാന്നിധ്യത്തിന് മതിയായ കാരണമില്ലെന്ന് കണ്ടെത്തിയാൽ ബന്ധപ്പെട്ട ബൂത്ത് പ്രസിഡന്റിനെ മാറ്റി നിയമിക്കണമെന്ന് നേതാക്കൾക്ക് നിർദ്ദേശം നൽകുകയാണ്. തങ്ങളുടെ പ്രദേശങ്ങളിലെ സജീവ അംഗങ്ങൾ, പ്രാഥമിക അംഗങ്ങൾ, പന്ന പ്രമുഖർമാർ, അതായത് വോട്ടർ പട്ടികയിലെ ഓരോ പേജിന്റെയും ചുമതലയുള്ളവർ, അതിനാണ് പന്ന പ്രമുഖർമാർ എന്ന് പറയുന്നത്. നിലവിലെ ഭാരവാഹികൾ, സ്വാധീനമുള്ള മറ്റ് വ്യക്തികൾ എന്നിവരുടെ പട്ടികകൾ തയ്യാറാക്കാൻ അല്ലെങ്കിൽ ഹാജരാക്കാൻ ബൂത്ത് ഭാരവാഹികളോട് ബി.ജെ.പി. ആവശ്യപ്പെട്ടിട്ടുണ്ട്. തുടർന്ന് അവലോകന നടപടികളുടെ ഭാഗമായി ഈ പട്ടികയിലെ വിവരങ്ങളെക്കുറിച്ച് അവരോട് ചോദ്യങ്ങൾ ചോദിക്കും. ബൂത്ത് തല യോഗങ്ങളിൽ തങ്ങളുടെ പ്രദേശങ്ങളിലെ ദളിത് ഭാഗത്തിൽപ്പെട്ട പാർട്ടി ഭാരവാഹികളുടെ പട്ടിക തയ്യാറാക്കാൻ പാർട്ടി പ്രവർത്തകരോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. പ്രതിപക്ഷത്തെ ഏറ്റവും ശക്തരായ സ്ഥാനാർത്ഥികളുടെയും അതോടൊപ്പം തന്നെ സാധ്യതയുള്ള മത്സരാർത്ഥികളുടെയും പട്ടിക തയ്യാറാക്കാനും അവരോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഓരോ നിയമസഭാ മണ്ഡലത്തിലും പ്രതിപക്ഷത്തിന്റെ തയ്യാറെടുപ്പുകളെ കുറിച്ച് ബി.ജെ.പി. സമഗ്രമായ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി വരികയാണ്. പ്രതിപക്ഷത്തിന്റെ സംഘടനാപരമായ സജ്ജീകരണം വിലയിരുത്തുക, അവരുടെ ശക്തിയും ദൗർലഭ്യങ്ങളും തിരിച്ചറിയുക, പ്രചാരണ വേളയിൽ അവർ ഉന്നയിക്കാൻ സാധ്യതയുള്ള വിഷയങ്ങൾ മനസ്സിലാക്കുക എന്നിവയാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ ബി.ജെ.പി. ലക്ഷ്യമിടുന്നത്. പ്രതിപക്ഷം പരിഗണിക്കുന്ന ജാതി സമവാക്യങ്ങൾ പരിശോധിക്കുന്നതിനോടൊപ്പം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ ഏറ്റവും ശക്തരായ സ്ഥാനാർത്ഥികളായി കരുതപ്പെടുന്ന നേതാക്കളെ കണ്ടെത്താനും ഈ റിപ്പോർട്ട് സഹായിക്കും. റിപ്പോർട്ട് തയ്യാറാക്കിയ സംസ്ഥാന നേതൃത്വത്തിനാണ് സമർപ്പിക്കുക. പ്രതിപക്ഷത്തിനെതിരെ ഫലപ്രദമായ ഒരു പ്രതിരോധ തന്ത്രം രൂപീകരിക്കാൻ ഈ റിപ്പോർട്ട് പാർട്ടിയെ സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൂടാതെ അയോധ്യ അടക്കമുള്ള വിഷയങ്ങൾ കത്തി നിൽക്കുന്ന ഈ സമയത്ത് ബി.ജെ.പി. അതീവ ജാഗ്രത പാലിക്കുകയാണ്. പ്രതിപക്ഷത്തിന്റെ പ്രധാന വിഷയങ്ങളും തെരഞ്ഞെടുപ്പ് സമവാക്യങ്ങളും മുൻകൂട്ടി തിരിച്ചറിഞ്ഞ് അവയെ മുൻകൈയെടുത്ത് നേരിടാനാണ് ബി.ജെ.പി. ലക്ഷ്യമിടുന്നത്. പ്രതിപക്ഷത്തെ ഏറ്റവും ശക്തരായ സ്ഥാനാർത്ഥികളെയും അതോടൊപ്പം തന്നെ സാധ്യത ഉള്ളവരെയും തിരിച്ചറിയാനും അവരെ സൂക്ഷ്മമായി നിരീക്ഷിക്കാനും ഈ പ്രവർത്തനം പാർട്ടിയെ സഹായിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പും തെരഞ്ഞെടുപ്പ് വേളയിലും ഇപ്പോൾ നടക്കുന്ന പ്രവർത്തനങ്ങളും തയ്യാറാക്കുന്ന റിപ്പോർട്ടും നിർണായകമായ പങ്ക് വഹിക്കുമെന്ന് പാർട്ടി വൃത്തങ്ങൾ കരുതുകയാണ്. ബൂത്ത് തലം വരെയുള്ള പ്രതിപക്ഷത്തിന്റെ തയ്യാറെടുപ്പുകളെ കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ അത് ലഭിക്കുന്നതിലൂടെ കൂടുതൽ ഫലപ്രദമായ തിരഞ്ഞെടുപ്പ് ആവിഷ്കരിക്കാൻ തങ്ങൾക്ക് കഴിയുമെന്നാണ് പാർട്ടി ഇപ്പോൾ വിശ്വസിക്കുന്നത്.